ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാനിവിടെ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി അരക്കാൻ പോയണേ. അപ്പോൾ ഞാനിത് തലേ ദിവസം അരിയും തേങ്ങ അതുപോലെ തന്നെ അല്പം ചോറ്, ഒരു അരക്കപ്പ് ചോറ്, ഈസ്റ്റ്, പഞ്ചസാര ഇതെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിരുന്നേ. അപ്പോൾ പിറ്റേ ദിവസം നമ്മളിതിങ്ങനെ വേറെ വെള്ളമൊന്നും അതിലേക്ക് ചേർക്കില്ല. നമ്മൾ തലേ ദിവസം ഇട്ട് വെച്ചിരിക്കുന്ന ആ വെള്ളത്തോടൊപ്പം തന്നെ അരി ഞാൻ ഈ പറഞ്ഞ എല്ലാ കൂട്ടും കൂടെ അരച്ചെടുക്കണം. അപ്പോൾ അതേ 2 ബാച്ചായിട്ട് ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് പൊന്തി വരണം. അപ്പോൾ അതിന് 1 മണിക്കൂറെങ്കിലും നമുക്ക് വെച്ചേക്കണം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ വിശേഷമാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാണ് കൂടുതലും ഞാൻ ഈ അപ്പം ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. കാര്യം 1 മണിക്കൂർ ഇരിക്കണമെങ്കിൽ ആർക്കും എങ്ങും പോകുകയൊന്നും വേണ്ടല്ലോ, ക്ലാസ്സിനും പോകേണ്ട, വർക്കും ഒന്നുമില്ല. അപ്പോൾ കുറച്ച് സാവകാശമുണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതിന് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു ഗ്രീൻ പീസ് കറി തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിൽ തലേദിവസം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കുക്കറിലേക്ക് ഇട്ടിട്ട് ക്യാരറ്റും ഉരുളക്കിഴങ്ങും പച്ചമുളകും ഉപ്പുമൊക്കെ ചേർത്ത് വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ അരച്ച് വെച്ച് 1 മണിക്കൂറിന് ശേഷമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതേ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പങ്ങൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. നേരത്തെ ഞാൻ ഇതുപോലെ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ അരി വെള്ളത്തിലിട്ടിട്ട് രാത്രിയിൽ ചോറും പഞ്ചസാരയും പിന്നെ തേങ്ങയൊക്കെ ചേർത്തിട്ട് അരച്ച് വെച്ചിട്ടാണ് സാധാരണ രാവിലെ എണീക്കുമ്പോൾ തന്നെ അപ്പം ചുട്ടെടുക്കാറുള്ളത്. പക്ഷേ എനിക്ക് അതിനേക്കാളും കൂടുതൽ നന്നായിട്ട് തോന്നിയത് ഈ ഒരു മെത്തേഡാണ് കേട്ടോ. അതിനുശേഷം ഞാൻ പിന്നെ അങ്ങനെ ഉണ്ടാക്കാറില്ല. ഈ ഒരു കാര്യം തന്നെ എനിക്കിഷ്ടം കൂടുതൽ. അപ്പോൾ കണ്ട ബബിൾസ് എല്ലാം വന്നതിന് ശേഷം നമ്മളൊന്ന് അടച്ചു വെക്കും. അടച്ചു വെച്ച് കഴിഞ്ഞതേ നോക്കിക്കേ, കണ്ട നല്ല സോഫ്റ്റ് പാലപ്പാണ് കേട്ടോ. ഇതിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര കൂട്ടിയിട്ടാണെങ്കിലും കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇവിടെ അനുക്കുട്ടിയാണ് ഇവിടെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡിയാക്കാനൊക്കെ പോവുകയാണ്. അപ്പോൾ വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ആക്കിയേക്കണേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൂടെ തന്നേക്കണേ. അപ്പോൾ നമ്മുടെ അപ്പങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് കുക്കറിൽ വെച്ചിരുന്നത് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനത് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ എടുത്തില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് അനുക്കുട്ടിയും കണ്ണനും കൂടെ അമ്പലത്തിൽ പോയണേ. മാരേക്കുളത്ത് അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നല്ല മഴയായിരുന്നു. മഴയായത് കാരണം അവർ കോട്ടൊക്കെ ഇട്ടുണ്ടാണ് പോയത്. ഇപ്പം മഴ പെയ്യുന്ന കാരണം നല്ല തണുപ്പല്ല. അത് കാരണം അതിരാവിലെയൊക്കെ കുളിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ പോയി കുളിച്ചതേ. അപ്പോൾ ചോറ് തിളപ്പിച്ച് റൈസ് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുളിക്കാൻ പോയ സമയത്ത് മോളിവിടെ ബീൻസ് മെഴുക്ക് പുരട്ടിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴാണ് ഇതൊക്കെ മെഴുക്ക് പുരട്ടി ഇവിടെ വെച്ചിരിക്കുകയാണേ. നല്ലതായിരുന്നു, മെഴുക്ക് പുരട്ടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ക്ലാസ്സിനൊക്കെ പോകുമ്പം ഒന്നും ഉണ്ടാക്കാനൊന്നും അടുക്കളയിൽ കയറാൻ സമയം കിട്ടാറില്ല. എന്നാലും എല്ലാം അറിയാം. അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു അമ്മ ഒന്ന് നോക്കിക്കേ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, കഴിക്കാൻ നല്ല സൂപ്പറായിരുന്നു. പിന്നെ നമുക്ക് കറിക്കൊന്നും കിട്ടിയിട്ടുമില്ല. ഇന്നിപ്പോൾ ഞായറാഴ്ചയല്ലേ. അപ്പോൾ കായൽ മീനുള്ളടുത്തൊന്നും വാങ്ങാമെന്നും പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞായിരുന്നു. അപ്പം മോൻ്റെ അമ്പലത്തിൽ പോയിട്ട് വരുമ്പം രണ്ടുപേരും കൂടെ മീൻ വാങ്ങിയിട്ടാണ് വന്നത്. കരിമീനാണ് വാങ്ങിയത്. അപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു സാധനം വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായിരിക്കും അത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി റംബൂട്ടാൻ ആയിരിക്കുമെന്നേ. കഴിഞ്ഞ ദിവസം റംബൂട്ടാൻ കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉടനെ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു കേട്ടോ. റംബൂട്ടാൻ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്ന് മീനും മോളുടെ കയ്യിലും കൊടുത്ത്. അപ്പോൾ ഞാനത് അവിടെ പുറത്ത് വെച്ച് തന്നെ ഞാനൊന്ന് നോക്കി കേട്ടാ. അപ്പോൾ നല്ല പഴുത്തതാണ്. അപ്പോൾ തന്നെ എടുത്ത് ഒരെണ്ണം കഴിക്കാമെന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അകത്ത് കൊണ്ടുവന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ടൊക്കെ എടുത്ത് മുറിച്ച് കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ മീൻ കരിമീൻ, ഞാൻ പറഞ്ഞില്ലേ കരിമീനായിരുന്നു. അവർ ക്ലീനാക്കിയാണ് കൊടുത്തത്. എന്നാലും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കണം. നമ്മൾ ഒന്നുകൂടെ ക്ലീനാക്കാതെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് റംബൂട്ടാൻ കൊണ്ടുവന്നത്. അതിൽ ഞാൻ കുറച്ചെടുത്ത് അവിടെ വെച്ചതാണ്. അപ്പം ഞാനതൊരെണ്ണം മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഒരെണ്ണം കഴിക്കാൻ തോന്നി. മോളുടെ കോളേജിൽ പോയിട്ട് വരുന്ന ആ ദിവസമില്ലേ, അന്നാണ് ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത് കേട്ടാ. അവിടുന്ന് പച്ചക്കറി വാങ്ങിയ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ റംബൂട്ടാൻ വാങ്ങിയിട്ട് വന്നിട്ട് അന്നാണ് ഞാനിത് ആദ്യം കഴിക്കുന്നത്. അന്നും പോലെ എനിക്കിത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചോറ് വേകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ റൈസ് കുക്കറിൽ നിന്ന് എടുത്ത് അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു തിള വരാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. അപ്പോൾ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പോയാണ്. അപ്പോൾ ചോറ് അടച്ചിട്ടിട്ട് വേണം ഇനിയിപ്പോൾ കറി അടുപ്പത്ത് വെക്കണം. അപ്പോൾ കരിമീൻ ആയതുകൊണ്ട് നമ്മൾ തേങ്ങ അരച്ചൊന്നും വെക്കുന്ന മുളകിൽ തന്നെ വെക്കാൻ പോയാണ്. പിന്നെ ഞാൻ ആ കരിമീൻ നന്നായിട്ടൊന്ന് മുറിച്ച് ക്ലീനാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
2 പീസായിട്ട് മുറിച്ചിട്ട് വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുളകിൽ തന്നെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇവിടെ 2 പേരും ഉണ്ട് കേട്ടോ, എന്നെ സഹായിക്കാനായിട്ട് അടുക്കളയിലുണ്ട്. അപ്പോൾ എനിക്ക് ഡെയിലി ഇപ്പോൾ വീഡിയോ ഇടേണ്ടത് കൊണ്ടും പിന്നെ എനിക്കിപ്പോൾ സമയക്കുറവുള്ളത് കൊണ്ടും എന്നെ സഹായിക്കാനായിട്ട്, അഥവാ എൻ്റെ ജോലിയൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി എനിക്ക് അരിഞ്ഞൊക്കെ തന്ന് സഹായിക്കും കേട്ടോ. ജോലിയും എനിക്കത് കാരണം എളുപ്പമാണ്. 2 പേരും സഹായിക്കാനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞായറാഴ്ച ദിവസമാണെങ്കിൽ 2 പേരും ഉണ്ടാവും. അങ്ങനെ ദേ കരിമീൻ പൊള്ളിക്കാനുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അവർ 2 പേരും അവിടെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ എല്ലാം കഴുകിയും തുടച്ചും ഒക്കെ നിൽക്കുകയാണ്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിച്ചേട്ടാ, തിരിഞ്ഞു നോക്കിയപ്പോഴാണ് എൻ്റെ കണ്ണിൽ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നേ. മഴക്കാർ കാരണേ മുറിയുടെ അകത്ത് വെളിച്ചം കുറവായിരുന്നേ. അപ്പോൾ ഇടയ്ക്ക് കറണ്ടും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ലൈറ്റ് ഇട്ടതേ, ഫ്ലാഷ് ലൈറ്റ് തെളിച്ചത്. അപ്പോൾ അതാണ് ആ കണ്ണിൽ കണ്ടത് കേട്ടോ, വേറെ പ്രശ്നമൊന്നുമല്ല. അപ്പോൾ ഞാൻ കറിയൊക്കെ ഇന്ന് റെഡിയായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊള്ളിച്ചതും ഒക്കെ റെഡിയായി, മെഴുക്ക് പുരട്ടിയും കറിയും എല്ലാം റെഡിയായിട്ടുണ്ട്. അപ്പോൾ പാത്രങ്ങളിലൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് 2 പേരും കൂടെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടേ. പിന്നെ അതിനിടയ്ക്ക് അവിടെ ക്ലീൻ ആക്കുന്നുമുണ്ട്, തുണി നനച്ച് അവിടെ എല്ലാം തുടച്ചൊക്കെ വൃത്തിയാക്കിയൊക്കെ ഇടിയാണ്. എന്നിട്ട് ചോറ് കഴിക്കാനൊക്കെ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് 2 പേരും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെറുതെ വാട്ടി കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതൊന്ന് മുളകിട്ടെടുക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ കരിമീൻ കഴിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, മറ്റുള്ള മീൻ പോലെ അല്ല, വളരെ കെയർഫുള്ളായിരിക്കണം. കാര്യം വെച്ചാൽ കരിമീൻ കഴിക്കുമ്പോൾ കാലം കൂടേണ്ടെന്നാണ് പറയുന്നത് അല്ലേ, പഴമക്കാർ പറയുന്ന കാര്യങ്ങളാണത്. അത്രയ്ക്ക് ശ്രദ്ധിക്കണം. നമ്മൾ ചോറിൽ വെച്ചുന്നത് പൊളിച്ച് കഴിക്കാനൊന്നും പറ്റത്തില്ല. പ്രത്യേകം ഒരു പാത്രം എടുത്തിട്ട് അതിൽ വെച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. ചോറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുള്ള് വീണ് കഴിഞ്ഞാൽ നമുക്ക് ചോറും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അതുകൊണ്ട് എപ്പോഴും ഇവിടെ പറയാറുള്ളൊരു കാര്യമാണ്, കരിമീൻ വാങ്ങുമ്പോഴൊക്കെ പറയും വളരെ സൂക്ഷിച്ചേ കഴിക്കാവുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ പഞ്ചസാരയൊക്കെ തീർന്നിരുന്നതൊക്കെ ഇട്ട് വെക്കണം ആ സമയം കൊണ്ടേ. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് മഴ ഇത് കാരണം പുറത്ത് ഒന്നും പണികളൊന്നും ഇന്നില്ല എന്ന് വെച്ചാൽ, അഥവാ മഴ കുറയണമെങ്കിൽ മാത്രം വൈകുന്നേരം ഒന്ന് ക്ലീൻ ചെയ്യുകയൊക്കെ വേണം. ഇപ്പം മഴ കുറയാനൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം 2-3 ദിവസമായിട്ട് ഒരു തോർച്ചയില്ലാതെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാ എന്തുമാതിരി കാറ്റാണ് വീശുന്നത്, മനുഷ്യരെ പോലും പറപ്പിച്ച് കളയുന്ന കാറ്റാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം എല്ലാം എടുത്ത് വയ്ക്കുകയാണേ. അപ്പോൾ ഇനി ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങളെല്ലാം എടുത്ത് വെച്ച് ചോറും കറികളും ഒക്കെ എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ചിട്ട് ഞങ്ങളതേ 4 പേരും കൂടെ ഇരുന്ന് ഊണ് കഴിക്കാൻ. അപ്പോൾ ഇന്ന് മോന് ഞായറാഴ്ച ആണെങ്കിലും വർക്കില്ലായിരുന്നെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ വൈകുന്നേരത്തെ കാര്യം എന്ന് വെച്ചാൽ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴും കേട്ടോ കറണ്ടില്ല, അത്ര ക്ലാരിറ്റി ഇല്ല വീഡിയോയ്ക്ക്. കറണ്ട് ഇല്ലാത്ത കാരണം നമുക്കിവിടെ മുറിയുടെ അകത്ത് വെളിച്ചം കുറവാണേ. അപ്പോൾ മുട്ട ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. മുട്ട ബജിയുണ്ട്, പിന്നെ ഒരു 3-4 മുളക് ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ മോൻ ബജി കഴിച്ചോളും, മുളക് ബജി കഴിച്ചോളും. അപ്പോൾ ഒരു 3 മുട്ട ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് അനിക്കുട്ടി ഇവിടെ അത് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ബജിയാക്കി ഇവർക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ടാണേ. അല്ലെങ്കിൽ പെൺമക്കൾ ഉടനെ ഇവർ 2 പേരും പറയും, വേണ്ട ഞങ്ങൾ കഴിക്കുന്നത് അമ്മ ഉണ്ടാക്കിയില്ല, മോൻ കഴിക്കണത് മാത്രമേ അമ്മ നോക്കിയുള്ളൂ എന്ന് പറയും. അപ്പം ഞാൻ എന്ത് ചെയ്യും, മുളക് ബജി ഉണ്ടാക്കുമ്പോൾ തന്നെ ഇവർക്കും കൂടെ മുട്ട ബജിയും കൂടെ ഇട്ടേക്കാം. എന്തായാലും മാവിൻ്റെ കൂട്ടെല്ലാം ഒന്നാണല്ലോ. അപ്പോൾ ദേ മുട്ട ബജി 3 പീസ് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ടേ. അപ്പോൾ അത് റെഡിയായി കഴിഞ്ഞിട്ട് നമുക്ക് മുളക് ബജിയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ എപ്പോഴും ഒന്നും ഇത് ചെയ്യാറില്ല കേട്ടോ, വല്ലപ്പോഴും കൂടെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ കടയിൽ നിന്നൊന്നും വാങ്ങി കഴിക്കാറുമില്ലല്ലോ, അപ്പോൾ അതൊക്കെ കൊണ്ടാണ്. പുറത്തെ ശബ്ദങ്ങളൊക്കെ കയറി വരുന്നുണ്ടേ. മാത്രമല്ല മഴയുണ്ടായിരുന്നു. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴയായിരുന്നു. മഴയുടെ ശബ്ദവും ഉണ്ട്. അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പിന്നെ
വണ്ടിയുടെ ശബ്ദങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു തിരക്ക് പിടിച്ചൊരു ദിവസവും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നാണ് വോയിസ് ഓവർ കൊടുത്ത് ഈ വീഡിയോ ഇടുന്നത്. അങ്ങനെ ദേ മുട്ട ബജി റെഡിയായി. അങ്ങനെ ഇവർക്ക് കഴിക്കാനൊക്കെ പിള്ളേർക്ക് കൊടുക്കണേ. പിന്നെ മുളക് ബജിയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇടാൻ പോയാണ്. അപ്പോൾ നല്ല ചൂടാണ്. ചൂട് പോയിട്ട് കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങനെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മോന് കഴിക്കാനായിട്ട് എടുത്ത് വെച്ചിരുന്ന അവന് കൊടുത്തിട്ട് 2 പീസ് ഞാൻ മുളക് ബജി കഴിക്കാനൊക്കെ എടുത്തതാണ്. അപ്പോൾ ഈ ടൊമാറ്റോ സോസ് ഇരിപ്പുണ്ട്. അപ്പോൾ അത് മുക്കിയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എനിക്കിഷ്ടമാണ് ഈ മുളക്. 1-2 പീസൊക്കെ ഞാൻ കഴിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.